ഇന്നലെ രാത്രി തുടങ്ങിയ മഴ നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ചെറിയൊരു തോർച്ച കണ്ടപ്പോൾ ഞാൻ മുറ്റത്തോട്ടം ഇറങ്ങിയതാണേ. ഇന്ന് ഞങ്ങൾ ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവല്ലയ്ക്ക്. അപ്പോൾ രാവിലെ ന്യൂസൊക്കെ കണ്ടപ്പോഴത്തേക്ക് ചപ്പാത്തിൻ്റെ അവിടെയൊക്കെ വെള്ളം ഒരുപാട് കയറി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പേടി കാരണം പോണോ പോണ്ടേന്ന് ഇങ്ങനെ തേങ്ങി നിൽക്കുമായിരുന്നു. പിന്നെ എന്നാൽ പോകണ്ട, പിന്നെ മഴ തുടങ്ങിയപ്പോഴത്തേനും എന്നാൽ പോകണ്ട എന്നുള്ള പ്ലാനിലായി കേട്ടോ. അങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞിരിക്കുമ്പോൾ ന്യൂസ് കണ്ടു, നമ്മുടെ പോകുന്ന വഴിക്ക് നമ്മൾ കയറി പോകുന്ന വഴിക്ക് കുട്ടിക്കാനം ഭാഗത്തൊക്കെ റോഡ് ബ്ലോക്ക് ആയിരിക്കുന്നു എന്ന്. അപ്പോൾ ഓർത്തു ഏതായാലും പോകാതിരുന്ന എന്തോ ഭഗവാന് തോന്നിച്ചതാണെന്ന് ഓർത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയില്ല. ഇവിടെ ഏതായാലും നമ്മൾ ഈ താമസിക്കുന്നിടത്ത് ഏതായാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. എങ്കിലും മഴ ഇങ്ങനെ തുടർന്ന് പോകുമ്പോഴത്തേക്ക് ഒരു പേടിയാണേ. ഈ എല്ലായിടവും വെള്ളം, കുറേ ഭാഗത്ത് ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പേടിയുണ്ട്. ലോ റേഞ്ചിലേക്കാണെങ്കിൽ എല്ലായിടവും വെള്ളം പൊങ്ങി നിൽക്കുന്നത് നമുക്ക് കണ്ടുകൊണ്ടേ ഇരിക്കും ന്യൂസിനകത്ത്. അതൊക്കെ കാണുമ്പോഴത്തേന് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. എന്തോരം ബുദ്ധിമുട്ടായിരിക്കും ഒരു വീട്ടിൽ മുഴുവൻ വെള്ളം കയറിക്കഴിഞ്ഞ് പിന്നെ അതൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും പിന്നെ ആ വീട്ടിലുള്ളവരുടെ അവസ്ഥയെല്ലാം നമുക്ക് കണ്ടുകൊണ്ടേ ഇരിക്കുവാണേ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക ഈ ഒരു മഴക്കാലത്ത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര മുടങ്ങിയതുകൊണ്ട് അമ്മയും അച്ഛനൊക്കെ ഇങ്ങോട്ട് വന്നായിരുന്നേ. സേതുവിന് എക്സാം ഉണ്ടായിരുന്നു PSCയുടെ. അപ്പം പിള്ളേരെയും കൊണ്ട് ഇങ്ങോട്ടാണ് വന്നത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. ശരിക്കും ഈ മഴ സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴൊക്കെ എല്ലാവരോടും ഒരുമിച്ചിരിക്കുമ്പോൾ എന്തോ ഒരു സമാധാനമാണേ.